ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചോട്ടിച്ചാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമ്മളെ കൊല്ലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു കേസാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ നമ്മൾ ബാങ്ക് കോച്ചിങ്ങിനും അതുപോലെ തന്നെ മറ്റ് പല കോച്ചിങ്ങുകളും പേരെടുത്ത സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മൾ ടൈമിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പം കൊല്ലക്കാർക്ക് അഭിമാനിക്കാത്തൊരു കാര്യം, ഇപ്പോൾ കൊല്ലത്ത് തന്നെ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 5-ാം തീയതിയാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഉണ്ടെന്നും അവിടെ എന്തൊക്കെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നേരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പാസ്പോർട്ട് ഓഫീസിലാണ്. പഴയ അൽമനാമ ബിൽഡിങ്ങിൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന റോഡെന്ന് പറയുന്നത് നമ്മളെ RP, അതായത് നമ്മളെ പോലീസ് ക്യാമ്പിൽ നിന്നുള്ള റോഡാണ്, കോളാഞ്ചിൽ നിന്നൊക്കെയുള്ള റോഡാണ് ഈ വരുന്നത്. ഇത് നേരെ പോകുന്നത് നമ്മളെ ഒന്ന് പോകുന്നത് SMB തിയേറ്ററിനടുത്തോട്ടും പിന്നെ ഒന്ന് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ മെയിൻ ചിന്നക്കടയിലോട്ട് പോകുന്ന റോഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴയ അൽമനാമ ബിൽഡിങ്ങിലെ പാസ്പോർട്ട് ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ടൈമിൻ്റെ ഈ ഒരു ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഏരിയ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടൈമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മളൊരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളെ ടൈമിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്. അപ്പം നമുക്ക് നേരെ സാറുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്താണെന്ന് നോക്കാം. കാര്യം നാളെ, അതായത് 5-ാം തീയതിയാണ് ഇവരുടെ ഒരു ഇനാഗുറേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് സെറ്റപ്പ് എന്ന്. അതുപോലെ നമുക്ക് കൊടുക്കാം. ബാ, സാറുണ്ടോ? അതുണ്ടല്ലോ. ഇതൊരു ഇങ്ങോട്ടല്ലേ? ഓക്കെ. സാർ നമ്മളെ അലക്സ് കോശി സാറാകത്തുണ്ട്. നോക്കുന്നുണ്ടോ? നമസ്കാരം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ സെൻട്രൽ ഡയറക്ടറായ അലക്സ് കോശി സാർ നമുക്കാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിൽ സ്വാഗതം. സാർ നമസ്കാരം. അപ്പോൾ ഒന്ന് എന്തൊക്കെയാണ് സാറേ നമ്മുടെ ടൈമിൻ്റെ പുതിയ വിശേഷങ്ങൾ, പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് കൊല്ലത്ത് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തൊക്കെ കോഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും. ടൈം നിങ്ങൾക്ക് എവർക്കും അറിയാം, കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം 90-ലധികം സിറ്റീസിൽ 190ഓളം സെന്റേഴ്സ് നടത്തി വരുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനമാണ്. ടൈമിന് 2 രീതിയിലുള്ള എൻട്രൻസ് കോച്ചിങ്ങുകളാണ് ടൈം കൊടുക്കുന്നത്. ഒന്ന് സ്കൂൾ ഡിവിഷൻ പ്രോഗ്രാമും കോളേജ് ഡിവിഷൻ പ്രോഗ്രാമും. സ്കൂൾ ഡിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 8-ാം ക്ലാസ് തൊട്ട് അവരെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പ്രാപ്തരാക്കുക. 8, 9, 10ന്റെ ട്യൂഷൻ അടക്കം 11, 12 ആകുമ്പോൾ നമ്മുടെ എൻട്രൻസ് മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, JEE അങ്ങനെയുള്ള എൻട്രൻസുകൾക്ക് വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സ്കൂൾ ഡിവിഷൻ സെഷൻസ് ചെയ്യുന്നത്. കോളേജ് ഡിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നല്ല തൊഴിൽ സാധ്യതയുള്ളൊരു ജോലി അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് MBA പ്രോഗ്രാം. MBA പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ CAT എന്ന് പറഞ്ഞാൽ IIM, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച MBA ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ CAT എക്സാം തയ്യാറാവുകയും അതിനുള്ള എൻട്രൻസ് പഠിക്കുകയും അതുപോലെ കോച്ചിങ് കൊടുക്കുകയും ചെയ്യും. അതാണ് കോളേജ് ഡിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇപ്പം സർക്കാർ ജോലി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ജോലി ആൾക്കാർ കാണുന്ന ജോലിയാണ് ബാങ്ക് ജോലി. അപ്പൊ ബാങ്ക് ജോലികൾക്കും പ്രാപ്തരാകും ബാങ്ക് കോച്ചിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SSC, ഷോർട്ട് സർവീസ്, പിന്നെ റിലേറ്റ് ചെയ്ത ഏത് ഗവൺമെന്റ് ജോലിക്കും വേണ്ട സഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ ചെന്നിട്ട് കരിയർ ഗൈഡൻസ് ട്രെയിനിങ് സെഷൻസും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസും പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ GRE എന്ന് പറയുന്നത് പിന്നെ വിദേശത്തേക്ക് MTech എടുക്കാൻ വേണ്ടിയുള്ള കോഴ്സ്, വിദേശത്തേക്ക് MBA എടുക്കാനുള്ള കോഴ്സുകൾ, ഇത്രയൊക്കെയാണ് സ്കൂൾ ഡിവിഷൻ പ്രോഗ്രാം, കോളേജ് ഡിവിഷൻ പ്രോഗ്രാം. അപ്പം ഇവിടെ
ടൈം കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കൊല്ലം ജില്ലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കോളേജ് ജംഗ്ഷനിൽ അവിടെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം എക്സ്ക്ലൂസീവായിട്ട് എൻട്രൻസ് ഓറിയന്റഡ് കോളേജ് ഡിവിഷൻ സെന്റർ ഇപ്പൊ നമ്മൾ നാളെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഇത് ഇവിടെ നമ്മൾ കേറ്റർ ചെയ്യുന്നത് കോളേജ് ഡിവിഷൻ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് ആ സെന്റർ ഇപ്പൊ നിലവിൽ ഇല്ല. നിലവിൽ അത് ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നിർത്തി കഴിഞ്ഞു. അപ്പം പക്ഷേ ഈ സെന്ററിൽ നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നോ കൊടുക്കാൻ പറ്റുന്നത് കാറ്റ് എക്സാം, MBAക്ക് വേണ്ടിയുള്ള കാറ്റ് ഉൾപ്പെടെയുള്ള കാറ്റ്, മാറ്റ്, മാറ്റ് കേരള മാനേജ്മെന്റ് എക്സാം, MBAക്ക് വേണ്ടിയുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകളും, ബാങ്ക് കോച്ചിങ്, ഗവൺമെന്റ് ജോലികൾക്ക് കിട്ടാനുള്ള ബാക്കിയുള്ള എല്ലാ PSC അല്ല SSC ട്രെയിനിങ്, അതുപോലുള്ള ഹൈ ലെവൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്, പിന്നെ GRE, GMAT ഇങ്ങനെയുള്ള ഡിവിഷൻസിലുള്ള കോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പിന്നെ 15ഓളം IIMസിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 60% പിന്നെ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കയറുന്നത് നമ്മുടെ ടൈമിംഗ് പഠിച്ച സ്റ്റുഡൻസ് ആണ്. 60% സക്സസ് റേറ്റ് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ ടൈമിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് ഈ IIMലേക്കുള്ള കാറ്റ് എക്സാം എന്ന് പറയുന്നത് തന്നെ. പിന്നെ കാറ്റ് കൂടാതെ തന്നെ കാറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ സെക്കൻഡ് ലെവൽ ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്, ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്, ടയർ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ ടയർ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചാൽ പോലും ഒരു ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡന്റിന് ഏറ്റവും മികച്ചൊരു PG പ്രോഗ്രാമാണ് ഈ MBA എന്ന് പറയുന്നത്. കാരണം അവന്റെ സാലറി, സ്റ്റാർട്ടിംഗ് സാലറി തന്നെ IIMലെ അല്ല ഞാൻ പറയുന്നത്, ടയർ 2 ഒരു സാധാ അല്ല ടയർ 3 സ്ഥാപനത്തിൽ പഠിച്ചാൽ പോലും കിട്ടുന്നത് 15 ലക്ഷം തൊട്ട് 25 ലക്ഷം 26 ലക്ഷം രൂപയാണ് ഒരു ആവറേജ് സാലറി ടയർ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നത്. അപ്പൊ IIMലൊക്കെയാണ് 50 ലക്ഷം വരെ പോകാറുണ്ട്. അപ്പൊ അതാണ് ഒരു നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് 2 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കരിയറിൽ വലിയൊരു നല്ലൊരു മാറ്റം. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പോലീസിൽ നമ്മൾ കയറുന്നു, നമുക്ക് പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് കയറാം, ഒരു IPS ഓഫീസറായിട്ട് കയറാം. IPS ഓഫീസറായിട്ട് നമുക്ക് കിട്ടുന്ന ആ ലെവൽ വ്യത്യാസം എന്ന് പറയുന്നത് 5 or 6 പിന്നെ പ്രൊമോഷൻ ഇൻക്രിമെന്റ് ഒറ്റയടിക്ക് കിട്ടുക. അതുപോലെ തന്നെ ബാങ്കിൽ തന്നെ നമുക്ക് പ്രൊബേഷൻ ഓഫീസറായിട്ട് കയറുക എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ എത്രയോ ഷോർട്ട് കട്ടായിട്ട് കയറാം. നമ്മൾ 2 കൊല്ലം ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു PGക്ക് പോകുന്നതിന് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ ആ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിനുള്ള റിട്ടേൺ നല്ല രീതിയിൽ കിട്ടും. അപ്പം അതിനുവേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സെന്റർ തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് സെപ്പറേറ്റ് നമുക്ക് ലാബ് ഫെസിലിറ്റിയും ക്ലാസ് റൂംസും എല്ലാം ഉണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് മറ്റ് ബാങ്കിങ് കോച്ചിങ്ങിൽ നിന്നും അല്ലെ ഇത് MBAക്ക് നമ്മളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൈം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. ബാങ്ക് കോച്ചിങ്ങിന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മറ്റ് ബാങ്ക് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു സെന്റർ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ വളരെ ചുരുങ്ങിയ പിള്ളേരെ ഒരു 30-35 ആയിരിക്കും ഞങ്ങളുടെ ബാച്ച് സ്ട്രെങ്ത്. അതിൽ കൂടുതൽ ഞങ്ങൾ പോകില്ല. കാരണം 1-to-1 ഒരു കൗൺസിലിങ്ങും ഇത് എൻട്രൻസ് കോച്ചിങ് കൂടാതെ എൻട്രൻസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ലെവലാണ് ഒരു ജോലി കിട്ടാനായിട്ട് അവർക്ക് കിട്ടും. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് അല്ലെ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്യണം, രണ്ടാമത് ഗ്രൂപ്പ് ഡിസ്കഷൻ വേണം, മൂന്നാമത് പിന്നെ ഇന്റർവ്യൂ സ്കിൽസ് വേണം. ഇത് 3മായ ഒരു പാക്കേജ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. ഞാൻ 20 കൊല്ലമായിട്ട് മാനേജ്മെന്റ് ഇതിൽ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. കേരളത്തിലെ നല്ല ഒരു ലീഡിംഗ് മാനേജ്മെന്റ് സ്കൂളിൽ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം എനിക്ക് അതിനകത്ത് ഈ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. പിന്നെ കൂടാതെ ടൈമിന്റെ ഒരു പ്രത്യേകമായ ഒരു കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളും, അതായത് ഇന്ത്യയിൽ എവിടെ ചെന്ന് നമ്മൾ ടൈമിന്റെ ഏത് സെന്ററിൽ പഠിക്കുന്ന അതേ മെക്കാനിസവും അതേ പ്രൊസീജിയറുമാണ് യൂണിഫോം പ്രൊസീജിയർ അതേ ഫോളോ. നമ്മൾ KFC എവിടെ ചെന്നാലും KFC പോലെ ആണ് ടൈമിൽ ഒരു സെന്ററിൽ ഒരു സെഷൻ പിന്നെ ക്ലാസ് അതേ ക്ലാസ്സിൽ അതേ ടോപ്പിക്കുകളായിരിക്കും ഏത് സെന്ററിൽ പോയാലും നമുക്ക് പഠിക്കാൻ പറ്റും. ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ പോയാലും പഠിക്കാൻ പറ്റുന്നത്. സാറേ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ക്ലാസിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അതല്ല നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫുൾ ടൈം എങ്ങനെയാണ് അതിന്റെ ഒരു ഷെഡ്യൂൾ വരുന്നത്? ഇത് ഈ ഒരു കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കോളേജ് പിന്നെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്. അത് ബാങ്ക് ആയാലും ശരി, പിന്നെ നമ്മുടെ MBA പ്രോഗ്രാം ആയാലും ശരി, അങ്ങനെയുള്ള. പിന്നെ അല്ലാതെ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ബാങ്ക് ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്
3 ഇയർ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനാണ്. അപ്പോൾ 2 പ്രോഗ്രാംസ് ആണ് നമുക്ക് കൂടെ ഉള്ളത്. ഒന്ന് വീക്ക് ഡേ പ്രോഗ്രാമും വീക്കെൻഡ് പ്രോഗ്രാം. വീക്കെൻഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച പോലെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, നമ്മുടെ MBA ഫൈനൽ ഇയർ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം സൺഡേ ആണ്. ആ സൺഡേയിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കോഴ്സുകളാണ് നടത്തുന്നത്. അതെന്ന് പറയുമ്പോൾ ഇനിയിപ്പം നമ്മൾ കാറ്റ് എക്സാം ആണെങ്കിൽ ഇനി 2026 കാറ്റ് എഴുതാൻ അവർക്ക് പറ്റത്തുള്ളൂ. കാരണം 25 നവംബറിൽ എല്ലാ വർഷവും നവംബറിലാണ് കാറ്റ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് ബാക്കി കുറേ സീരീസ് ഓഫ് എക്സാം ബാക്കിയുള്ള സ്ഥാപനങ്ങളിലോട്ട് കയറാനുള്ള എക്സാമുകളുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ഫൈനൽ ഇയർ ആണെങ്കിൽ നമുക്കിപ്പോൾ ജോയിൻ ചെയ്താൽ അവർക്ക് സൺഡേസ് ഉള്ള വീക്കെൻഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുവാണ്, വെറുതെ നിൽക്കുവാണ്, നല്ലൊരു ജോലി അല്ലെ ബാങ്ക് ജോലി വേണം, അല്ലെങ്കിൽ വേറെ ഒരു MBA പ്രോഗ്രാമിന് പോകണം എന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വീക്ക് ഡേ പ്രോഗ്രാംസ് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉണ്ട്. റെഗുലറായിട്ട് ക്ലാസ് ഉണ്ട്. അത് രാവിലെ തൊട്ട് 1:30 വരെ അല്ലെ ഉച്ച വരെ നമ്മൾ റെഗുലറായിട്ട് പിന്നെ നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് സാധാരണ സെൻറ്ററുകളിൽ ഇവർ പലരും അങ്ങ് മുങ്ങും, പിള്ളേരെല്ലാം അങ്ങ് പോകും. പക്ഷേ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ഇതിനകത്ത് വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ടൈമിനാണ്. നമുക്ക് അറിയായിരിക്കും, നമുക്കിതൊരു പ്രോബ്ലം അറിയായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അറിയായിരിക്കും, ആൻസർ അറിയായിരിക്കും. അത് ഷോർട്ട് ടൈമിൽ ഇത് ചെയ്യുക എന്നുള്ള അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ചെയ്ത് സമയം കുറയ്ക്കുക. 1 മിനിറ്റ് കൊണ്ട് ചെയ്യണം, 30 മിനിറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ മാക്സിമം പ്രോബ്ലംസിൽ അവരെ എക്സ്പോസ്ഡ് ആക്കി അത് അവരിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ മസ്റ്റായിട്ട് അവർ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അവരിരുന്ന് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ സെൻറ്ററിൽ വന്നാൽ. സാറേ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ, ഈ ടൈമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോച്ചിങ്ങിൻ്റെ ഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഇനാഗ്രേഷൻ്റെ സമയമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സെൻറ്റേഴ്സിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴും, നമ്മൾ ബാക്കിയുള്ള ടൈമിൻ്റെ സെൻറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മളൊരു പുതിയൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ആൾക്കാരെ അറിയണം. പിന്നെ ടൈം ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ഞങ്ങളൊരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിൽ ഇനാഗറൽ ഓഫർ പിന്നെ കൊടുക്കുന്നുണ്ട്. കാറ്റ് എക്സാം ആണ് ഇവിടെ പ്രീമിയം കോഴ്സായിട്ട് വരുന്നത്. അതിന് 10,000 രൂപ വരെ നമ്മൾ ഫസ്റ്റ് ഒരു 6 മാസത്തേക്ക് ഇനാഗറൽ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് 2-3 ബാച്ചുകളായിട്ട് നമ്മളത് 10,000 രൂപ വരെ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാങ്ക് കോച്ചിങ്ങിന് ഒരു 5,000-ഓളം രൂപ വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. നമ്പർ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫീസിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ സാർ. നമുക്ക് അതുപോലെ നമുക്ക് ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ അക്കാഡമിക് ഹെഡ് ഉണ്ട് വീണ, മാഡത്തിനെ ഞാൻ പരിചയപ്പെടുത്തരാം. മാഡം നമ്മുടെ ക്ലാസ്സുകളിലായിട്ട് പോകും. എക്സ്ക്ലൂസീവ്ലി നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സെൻറ്റർ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നാണ് നമ്മൾ ഓൺലൈൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളെല്ലാം അവർ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ക്യാമ്പസ് ആണ്. അവർക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. ടൈമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ സാധനമാണ്. അതും അവർക്ക് സ്റ്റഡി മെറ്റീരിയലുണ്ട്. ഇതെല്ലാം ഓൺലൈനിലും അവർക്ക് അവൈലബിൾ ആണ്. രണ്ടും ഉണ്ട്. ഫിസിക്കൽ കോപ്പി അവർക്ക് കിട്ടും, ഓൺലൈൻ കോപ്പി അവർക്ക് ഈ ഫീസിൻ്റെ കൂടെ തന്നെ ഒരു പാക്കേജ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് മാത്രമല്ല, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും ഇതിൻ്റെ കൂടെ പാക്കേജിലായിട്ട് കിട്ടുന്നതാണ്. പാക്കേജ് അതിന് എക്സ്ട്രാ ഇതൊന്നുമില്ല, ഒരു പാക്കേജാണ്, കംപ്ലീറ്റ് പാക്കേജാണ് കൊടുക്കുന്നത്. ക്ലാസ് റൂമല്ല, ഇത് ഞങ്ങളുടെ വീണ മാഡമാണ്. ഇവിടുത്തെ അക്കാഡമിക് ഹെഡ്. പുള്ളിക്കാരി നമ്മുടെ ഈ സെന്റർ നിങ്ങളെ കാണിക്കും. ക്ലാസ് റൂമും ക്ലാസ് റൂംസ് ഇവിടെ ഇപ്പോൾ ഒരു 4 ക്ലാസ് റൂംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നിവിടെ, ഇത് 2ാമത്തെ ക്ലാസ് റൂം, 3ാമത്തേത് അവിടെ ഉണ്ട്, കോട്ടൂറിലുണ്ട്. ഓക്കെ, ഇത് 4th ക്ലാസ് റൂമും ആണ്, പ്ലസ് ഒരു കമ്പ്യൂട്ടർ ലാബും ആയിട്ടാണ്. അപ്പം സാറ് പറഞ്ഞിരിക്കുമല്ലോ, നമുക്ക് പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ കാറ്റ് എക്സാം ആണെങ്കിലും മാറ്റ് എക്സാം ആണെങ്കിലും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ധാരാളം എഴുതിയാൽ മാത്രമേ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടി നമുക്ക് ഉച്ച വരെയാണ് മിക്ക ദിവസവും ക്ലാസ് വരുന്നത്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക്
കമ്പൽസറി ആയിട്ട് പ്രാക്ടീസ് സെക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ഇവിടെ നമ്മൾ ടൈമിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം ഉണ്ട്. ഓക്കെ, കാരണം സ്റ്റുഡൻസ് നമുക്ക് നോക്കാം എപ്പോഴും. അതെ അതെ, അടുത്ത ക്ലാസ് റൂമാണ്. ഒരു 35+ സ്റ്റുഡൻസ് അല്ലെങ്കിൽ 35 to 40 സ്റ്റുഡൻസ് എന്നാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഫാനുകളുണ്ട്, നല്ല വെളിച്ചം കിട്ടുന്ന പോലെയാണ് എല്ലാം അറേഞ്ചും ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പം ഇത് രണ്ടാമത്തേതായി. ഇനി നമുക്ക് അപ്പുറത്തുണ്ട്. ഇനി അപ്പുറത്തുണ്ട്. ഇതാണ് 3rd ക്ലാസ് റൂം വരുന്നത്. ഇതും ആ സെയിം വലിപ്പമാണ്. 2nd ക്ലാസ്സിന്റെ സെയിം വലിപ്പം തന്നെയാണ് ഇത് വരുന്നത്. കുറച്ച് വലുതാണ്. നല്ല വെട്ടമൊക്കെ കയറി നല്ല അപ്പം ഇനിയിപ്പം സ്റ്റുഡൻസ് ഒരു 35 പേര് 40 പേർക്ക്. നമ്മൾ ഒത്തിരി സ്റ്റുഡൻസിന് ഒരു ബാച്ചിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഇത് മെന്റേഴ്സ് റൂമാണ് വരുന്നത്. നമ്മുടെ ഫാക്കൽറ്റി റൂമാണ് ഇത് വരുന്നത്. അതിന്റെ അപ്പുറം പാൻട്രിയും വരുന്നുണ്ട്. ഇല്ല. പിന്നെ ഇതാണ് ക്ലാസ് റൂം. ഇത് നമ്മളൊക്കെ ഒരു സ്റ്റുഡൻസിന് ഒന്ന് ഇരുന്ന് വായിക്കാവുന്ന രീതിയിലും ഒരു ലൈബ്രറിയും കൂടെ സെറ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇത് നമ്മൾ ചെയറാണ് ഇട്ടിരിക്കുന്നത്. ഇത് ചെയർ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈബ്രറിയുടെ സെറ്റപ്പ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഇത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാം. മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റി റൂമിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൗമ്യ മാഡത്തിന്റെ റൂമാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പിന്നെ നമ്മൾ ഡിസ്കഷൻ റൂമായിട്ടും ഇതാണ് യൂസ് ചെയ്യുന്നത്. അല്ല, മേഡം ഇല്ല. ഓക്കെ, ഇതാണ് റൂം വരുന്നത്. അത് സ്റ്റാഫിൻ്റെ ഡിസ്കഷൻ ആണെങ്കിലും പിന്നെ പേരൻസ് ഒക്കെ വരാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവിടെ നമ്മൾ പ്രൊജക്ടർ വെച്ചാണ് അവരെ നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഈ റിസപ്ഷൻ ഏരിയ വരുന്നത്. പേരൻസ് ഗസ്റ്റിനും സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഓറിയന്റേഷൻ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും. 2 കോച്ചിങ്ങിനുള്ളതാണെങ്കിൽ നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത്. ടൈം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസപ്ഷൻ ഏരിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് റൂമുകളും അതിൻ്റെ മറ്റ് ലാബും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്കും ടൈമിൽ വന്ന് ഏതെങ്കിലും കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ സാറിന് ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. ഇവിടെ വരാനും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഇതേ സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന സാറിന് ഞാൻ നന്ദി പറയുകയാണ്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്? വളരെ നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോഴ്സിനെ പറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ കാണാം. കണ്ടിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ കരിയർ എവിടോട്ട് പോകണമെന്നുള്ളത്. നിങ്ങളൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് വലിയൊരു ഭാവി ചിലപ്പോൾ തുറന്നു കിട്ടാം. നിങ്ങൾ അതിൻ്റെ എല്ലാ സാധ്യതകളും പഠിക്കുക. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.